തിരുവനന്തപുരം പോത്തൻകോട് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോയ ഓട്ടോറിക്ഷ മറിഞ്ഞു. കുട്ടികൾക്ക് പരിക്കുണ്ട്. കാലിന് ഗുരുതരമായ പരിക്കേറ്റ ഒരു കുട്ടിയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റു കുട്ടികളെ സമീപത്തെ സ്വകാര്യ ക്ലിനിക്കിൽ കൊണ്ടുപോയി പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. ഓട്ടോറിക്ഷയിൽ 10ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു. പോത്തൻകോട് സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഓട്ടോയിലുണ്ടായിരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽനാഥ് ചേരുന്നു. ഗോകുൽ, ഈ 10ഓളം കുട്ടികളാണ് ഒരു ഓട്ടോയിൽ ഉണ്ടായിരുന്നത്. പതിവായി ഇത്രയധികം കുട്ടികളെ നിറച്ചാണോ പോകുന്നത്? ഇത് നിയമപരമായ ഒരു കാര്യമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പലപ്പോഴും സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനത്തിൽ ഇത്രയധികം പേരെ തിങ്ങി നിറച്ച് കൊണ്ടുപോകരുത് എന്ന ചട്ടമുള്ളതാണ്. മോത്തി, ഇന്ന് രാവിലെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. പോത്തൻകോട് ദേശീയപാതയ്ക്ക് സമീപമുള്ള ഇടറോഡിലാണ് ഇത്തരത്തിൽ ഓട്ടോ നിയന്ത്രണം വിട്ട് മറിയുന്നത്. ഈ ഓട്ടോയിൽ ഉണ്ടായിരുന്നത് 10ലധികം വിദ്യാർത്ഥികളാണെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എല്ലാവരും KG വിദ്യാർത്ഥികളാണ്. ഇതിൽ തന്നെ ഒരാൾക്ക് കാലിന് ഗുരുതര പരിക്കാണുള്ളത്. പോത്തൻകോട് സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഈ 10 പേരും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കുട്ടിക്ക് കാലിന് ഗുരുതര പരിക്കുള്ള കുട്ടിയെ തിരുവനന്തപുരത്ത് തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റു കുട്ടികളെയും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം. ശരി ഗോകുൽ, ഏതായാലും വലിയ അപകടങ്ങളിലേക്ക് പോയില്ല. എന്നാലും ഒരു കുട്ടിക്ക് കാലിന് സാരമായ പരിക്കുണ്ട് എന്നാണ്